ഹായ് ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ പോവാണേ. അപ്പം നമുക്ക് കൂന്തൽ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഓക്കെ, എടുക്കട്ടെ, എല്ലാം ഒന്ന് എടുത്ത് റെഡി. പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനൊക്കെ ഉണ്ട് കാണിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ, നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടി കാണാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഉള്ള സൗകര്യത്തിലല്ലേ നമ്മൾ വെക്കാൻ പറ്റൂ. കടുക് പൊട്ടി കൂട്ടുകാരെ, കടുക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. കറിവേപ്പിലെ പച്ചമുളകും സവോളയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് വഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി കൂന്തൽ വേവിക്കാൻ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടുന്നതാണ്. ഇളക്കുന്ന എന്തായാലും കാണാം അല്ലേ? പാത്രത്തിനുള്ളിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. സ്പൂൺ എടുക്കാൻ പോയതല്ലേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പം ഇത് ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഉള്ളി ഒരുമാതിരി വഴണ്ടി വന്ന് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി, ഇതിന് മസ്റ്റായിട്ട് വേണ്ടത് എന്താണെന്നറിയോ? കുരുമുളക് പൊടിയാണ്. പക്ഷെ ഇവിടെ എരിവ് എല്ലാവർക്കും കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആവശ്യത്തിന് വെക്കും പോലെ ഞാനിവിടെ വെക്കുന്നില്ല. നിങ്ങൾക്ക് വെക്കുന്നവർ ആവശ്യത്തിന്. ഞാനിപ്പോൾ ഈ ഇടുന്നതിൻ്റെ ഇപ്പം മല്ലിപ്പൊടിയാണ് ഇട്ടത്. ഞാനിപ്പോൾ ഈ ഇടുന്നതിൻ്റെ കൂട്ട് മുളക് പൊടി കുറച്ചൊന്നും ഇടണ്ട. ഇതിന് കൂന്തലിന് നല്ല എരിവും നല്ല ഇതും വേണം. അതുകൊണ്ട് പിന്നെ വെക്കുന്നവർ നല്ല കുരുമുളകും നല്ല മുളക് പൊടിയും ചേർത്ത് വേണം വെക്കാൻ. ഇവിടെ എരിവ് കുറവും മതി. അതുകൊണ്ട് ഞാൻ കുരുമുളക് ശകലം ഇടത്തുള്ളൂ, മുളക് പൊടി ശകലം ഇടത്തുള്ളൂ. ഞാൻ എൻ്റെ ആവശ്യത്തിന് വെക്കുന്നുണ്ട്. ഞാൻ നല്ലതായിട്ട് എരിവ് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് വേണ്ടിയവർക്ക് ചേർത്ത് വെക്കാം. ഗരം മസാല കുരുമുളക് പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും. ഓക്കെ, പേരിന് വേണ്ടി ഇട്ടതേ ഉള്ളൂ. പിന്നെ എരിവൊക്കെ ആവശ്യമുള്ളവർ ആവശ്യത്തിന് ചേർത്ത് വെക്കാം. ഓക്കെ, ഇവിടെ എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നമുക്ക് നല്ലതുപോലെ എരിവൊക്കെ ചേർത്ത് വെച്ചെങ്കിൽ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചേരേണ്ടതെല്ലാം ചേർന്നെങ്കിൽ കുരുമുളക് പൊടിയാണ് മസ്റ്റായിട്ട് വേണ്ടത്. കുരുമുളക് പൊടിയൊക്കെ നല്ലതായിട്ട് ചേർത്ത് വെച്ചെങ്കിലേ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് കറിയല്ല, റോസ്റ്റാണ്. ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാണ്?
ഇവിടെ പൊടിക്കൊച്ചുള്ളത് കൊണ്ടേ പൊടിക്കൊച്ചിന് വലുതിനും എല്ലാം എരിവ് കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉള്ള വെപ്പ് വെക്കുന്നില്ല, അവൻ്റെ ഇഷ്ടത്തിനുള്ള വെപ്പാണ് വെക്കുന്നത്. അപ്പോൾ ഇത് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ കൂന്തൽ ഞാൻ വേവിച്ചെടുത്തതാണ്. നമുക്കിനി കൂന്തലിട്ട് കൊടുക്കാം. ഐസെന്ന വായി വരുന്നത് ബിസിയാ കൂട്ടുകാരെ, ബിസിയാ. നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കാര്യം ഈ കൂന്തൽ വേവിക്കാതിരുവായിരുന്നു, കൂന്തലിനകത്തെ വെള്ളം മതിയായിരുന്നു. വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി. ശകലം കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്താൽ അടിപൊളി റോസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി.